അസ്സാം വലൈക്കും. നമുക്കിത് നല്ല അടിപൊളിയായിട്ടുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ ചമ്മന്തി ഉണ്ടാക്കാം. സർബത്തും കായൻ്റെ ചമ്മന്തി നല്ല ടേസ്റ്റാണ്. നമ്മൾ വിചാരിക്കും ഇതിനൊക്കെ ചമ്മന്തിയൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്ന്. പക്ഷെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. തേങ്ങാ ചമ്മന്തിനേക്കാൾ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചമ്മന്തിയാണ്. ഇപ്പോൾ നല്ല പാഷൻ ഫ്രൂട്ടിൻ്റെ കാലമാണ്. നമ്മളെ വീട്ടിലൊക്കെ നല്ല പാഷൻ ഫ്രൂട്ടുണ്ട്. നേരി പഴുപ്പായിട്ടുള്ളൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി അതെങ്ങനെ നോക്കാം. അതിനായിട്ട് അരമുറി തേങ്ങയും കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്, കുറച്ച് എരിവിനായിട്ട്. പിന്നെ ഇഞ്ചിയും ചെറിയ ഉള്ളിയും. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി. നല്ലൊരു ടേസ്റ്റാണ് ഇഞ്ചിയൊക്കെ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതിന്. ഇനി അതിലേക്ക് പാഷൻ ഫ്രൂട്ട് 2 ഞാൻ പൊടിച്ചിട്ടുണ്ട്. ഒരു പച്ച കളറുള്ള 2 പൊടിച്ചിട്ടുണ്ട്. നമുക്ക് പുളിക്കനുസരിച്ച് പാഷൻ ഫ്രൂട്ട് എത്രാശം ഇടാം. നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പൊക്കെ എടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഒന്നിൻ്റെതേ പൾപ്പ് എടുക്കണുള്ളൂ. നമുക്കത് മുറിച്ച് നോക്കാം. അതിൻ്റെ ഉള്ളിലുള്ള കുരു നല്ല കറുപ്പ് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ടെടുക്കണം. കുരു മാറ്റിയിട്ട് അതിൻ്റെ നീര് മാത്രമായിട്ട് എടുക്കണം. ഇല്ല, കുരുവിന് കറുപ്പ് കളർ കുറവാണെന്നുണ്ടെങ്കിൽ കുരു അടക്കം നമുക്ക് അടിച്ചിട്ട് ചമ്മന്തിയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ കുരുവിന് വലിയ കറുപ്പ് കളർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് ഇതൊന്നാകെ ചമ്മന്തിയിലേക്ക് ഇടുന്നുണ്ട്. കറുത്ത കുരു ഉള്ളതാണ്. പഴുത്തതിനൊക്കെ നല്ല കറുത്ത കുരു കാണും. അപ്പോൾ അതൊക്കെ നല്ലൊന്ന് അരിപ്പയിലൊന്ന് എടുത്തിട്ട് നന്നായിട്ട് അരിച്ച് അതിൻ്റെ നീര് മാത്രം ചേർത്തിട്ട് ചമ്മന്തി ഉണ്ടാക്കിയാൽ മതി. ഇതാകുമ്പോൾ എല്ലാതും ചേർത്തുണ്ടാക്കാൻ പറ്റും. ഞാൻ ഈ ചമ്മന്തിക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ തൊലി ഉണ്ടല്ലോ, അതും കൂടി ചേർക്കും. അതിന് നല്ല ഗുണങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതും ഞാൻ ചേർക്കാറുണ്ട്. നല്ലൊരു ഗുണങ്ങളുള്ളൊരു പഴം തന്നെയാണ് ഈ പാഷൻ ഫ്രൂട്ട്. ജ്യൂസ് ഉണ്ടാക്കിയാലും ഞാനൊരു സ്ക്വാഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊക്കെ മറക്കാതെ കാണുക. അതൊക്കെ നല്ല ടേസ്റ്റ് ഉള്ള ഒന്നാണ്. ഇത് ഈ ഒരു തൊലി അടക്കം ഞാൻ എടുക്കുന്നുണ്ട്. ഒരു പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുള്ളൂ. ഇനി പുളിക്കനുസരിച്ചിട്ട് നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം. എനിക്ക് വേണത്? എനിക്ക് വേണോ? തേങ്ങ അല്ല ഇത് കുലുക്കി വെക്കാന്. അല്ല, സർബത്തും കായാണ്. പാഷൻ ഫ്രൂട്ടിട്ട് കളിക്കുകയാണ്. ഇനി നമുക്ക് നല്ലതും കൂടി ഒന്ന് അരച്ചെടുക്കണം. ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ചെറുതായിട്ട്. ചെറിയുള്ളിയാണ് ഇടുന്നത്, പിന്നെ ഇഞ്ചി, പിന്നെ പച്ചമുളക് ഇടുന്നുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങളെ പച്ചമുളക്. ഇത് കാന്താരി ആണെങ്കിലും കുഴപ്പമില്ല, എരിവ് വേണം. ഈ ചമ്മന്തിക്ക് നല്ല എരിവുള്ളതാണ് ഈ ചമ്മന്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. പിന്നെ ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ ചമ്മന്തിയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ചമ്മന്തിയാണെന്ന് പറഞ്ഞറിയിക്കേണ്ടി വരും. നല്ല ടേസ്റ്റാണ് സംഭവം. ഇതെല്ലതും കൂടി അടിയിലിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ നിന്ന് ഇത് തന്നെ പെട്ടെന്ന് ക്രഷായി കിട്ടുന്നതുകൊണ്ട് നമുക്ക് തേങ്ങയിലേക്ക് പെട്ടെന്ന് ഇത് ഇതാവും. ഇതിപ്പോൾ ഒരു 6 ടേബിൾ സ്പൂണോളം തേങ്ങ ഉണ്ടാവും, അരമുറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കാണ് തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ചമ്മന്തിൻ്റെ ഒരു ടെക്സ്ചർ മാറാതെ തന്നെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി. ഇനി നമുക്ക് ആ പൾപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു പാഷൻ ഫ്രൂട്ട് മൊത്തം എടുത്തിട്ടുണ്ട്. ഇനി പുളിക്കനുസരിച്ച് നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അര സ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് വരാം. ഇത് ഞാൻ ഒരു കറക്കിയിട്ടുള്ളൂ. നല്ലൊരു ചമ്മന്തിയുടെ പരിവാണ്. കുത്തിയെടുത്ത ചമ്മന്തിയൊക്കെ ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചമ്മന്തി. എല്ലാണ്ടുണ്ട് കുഴഞ്ഞു പോകരുത്. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് മാത്രം ചെയ്താൽ മതി. അതാണ് ചമ്മന്തിയുടെ പരിവം. അല്ലാണ്ട് കുഴഞ്ഞു പോയാൽ അങ്ങനെ ഒരു മാതിരി ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതാണ് ഈ പരുവത്തിൽ എടുക്കണം നിങ്ങൾ ചമ്മന്തിക്ക്. ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു വിളമ്പാം. ഞാൻ മുഹമ്മദിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പൊടിയൻ്റെ ഇല വേണം, ചമ്മന്തി എടുത്തിട്ട് ഫോട്ടോ എടുക്കാനാണ്. അപ്പോൾ അവന് ഞാനും വരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ വരികയാണ് പൊടിയൻ്റെ ഇല എടുക്കാൻ പറമ്പിലേക്ക്. അപ്പോൾ പൊടിയൻ്റെ ഇല എന്താണെന്നൊന്നും അവനക്കറിയില്ല. അവൻ എൻ്റെ കൂടെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ അവൻ ആദ്യം പോവുകയാണ് പൊടിയൻ്റെ ഇല എടുക്കാമെന്ന് പറഞ്ഞിട്ട്. അറിയുന്ന ആളമാതിരി പോകുന്നുണ്ട്.
ഇപ്പോൾ പൊടിയൻ്റെ ഇല പപ്പ എടുത്ത് കൊടുത്തിട്ടുണ്ട് അവനക്ക്. പൊടിയൻ്റെ ഇല എവിടെ? ആ ഇങ്ങോട്ട് വാ. ഇപ്പോൾ പോകുമ്പോൾ നേരത്താണ് കോയിനെ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ അവൻ പോയിട്ടുണ്ട്. കോഴികൾക്ക് അവനെ കാണുന്ന പേടിയാണ്. അവൻ കണ്ടു കഴിഞ്ഞാൽ അവൻ ആ കോയിൻ്റെ പിന്നാലെ പോയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്നാലെ ഓടലാണ് പതിവ്. ഇനിയിപ്പോൾ അതിനൊക്കെ ഓടിച്ച് കൂട്ടിൽ കയറ്റിയിട്ട് വേണം അവന് കയറണമെങ്കിൽ. ഭയങ്കര ഇഷ്ടമാണ് ഈ മൃഗങ്ങളെയൊക്കെ അവനക്ക്. കോഴി, പൂച്ച, അങ്ങനെ കിളികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇനി അതിൻ്റെ പിന്നാലെ അതൊരു ജീവനും കൊണ്ട് ഓടുന്നുണ്ട് കോഴികളൊക്കെ. ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് കയറ്റണം അവനെ. പപ്പ ഒരു ചെറിയൊരു വാഴക്കൊല കൊടുത്തിട്ടുണ്ട്. അത് കൊണ്ട് വെക്കാനായിട്ട് അവന് കയറുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇനി പറമ്പിൽ നിന്ന് കയറുള്ളൂ അവന്. ആൾക്ക് പൊന്തണില്ല, എന്നാലും പൊന്തിച്ച് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവന് കയറിയിട്ടുണ്ട്. ഇനി നമുക്കിതേ പൊടിയൻ്റെ ഇലയൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി അതിലൊന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചമ്മന്തി ഇടുന്നുണ്ട് അതിനകത്ത്. നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പാഷൻ ഫ്രൂട്ടിൻ്റെ ചമ്മന്തി എന്ന് വെച്ചാൽ നല്ലൊരു ചമ്മന്തിയാണ്. നല്ലൊരു വ്യത്യാസ ടേസ്റ്റാണ് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ചമ്മന്തിക്ക്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം.